എടാ നീ എന്താണ് ഈ കാണിക്കുന്നത്? എടാ എന്ത് ക്യൂട്ടല്ല അതിനെ കാണാൻ. ആ ശരിയാടാ, ചില പട്ടികൾ നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. അതിനേക്കാൾ ക്യൂട്ടായിട്ടുള്ള സാധനത്തിന് ഞാൻ കാണിച്ചത്. അത് ഓക്കെ. ആ കറക്റ്റ് മാച്ച്, നല്ല ക്യൂട്ട്നെസ് ഉണ്ട്. എടാ ഇതല്ല, ഞാൻ പറഞ്ഞു വരുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ്. എന്ത് ബിസിനസ്? എടാ നമുക്കൊരു പെറ്റ് ഷോപ്പ് തുടങ്ങാം. പെറ്റ് ഷോപ്പാ? എടാ പെറ്റ് ഷോപ്പില് പട്ടി മാത്രമല്ല എല്ലാ ജന്തുക്കളും ഉണ്ടാവും. എല്ലാം അവിടെ പെറുമല്ലോ. ആ അവിടെ പെറ്റ് ഷോപ്പ് ആവൂലേ? അല്ല നീ പെറ്റ് ഷോപ്പ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പേരെടുക്കുന്ന ആശുപത്രിയാണ്? അതല്ല, ഈ നല്ല നല്ല പട്ടിക്കുട്ടികളെ വാങ്ങാനായിട്ട് നല്ല നല്ല പെൺപിള്ളേര് വരും. അവരുടെ കൂടെ നല്ല ആന്റിമാരും വരും. എടാ അവര് നമ്മുടെ ഷുഗർ മമ്മി ആയിക്കാൻ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടില്ലേ? ഷുഗർ മമ്മി? ഷുഗർ ഡാഡി എന്നില്ല. അതേപോലെ ഷുഗർ മമ്മിയും ഉണ്ട്. ഓ ആ അത് കൊള്ളാം. അതാകുമ്പോ നമ്മുടെ സങ്കല്പത്തിന് പറ്റിയ നല്ല അമ്മായിമാരെ നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അതെ, അവർക്കും ചില സങ്കല്പം ഉണ്ടാവും. എനിക്കല്ലേ ഏട്ടാ? എന്റെ കാര്യം പിന്നെ കുഴപ്പമില്ല. അത് ശരിയാ, നിന്റെ കാര്യം പിന്നെ സൂപ്പറാ. നീ ഈ താടിയും മീശയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അന്ന് നമ്മൾ ഓഡീഷന് പോയില്ലേ പണ്ട്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എടാ നിനക്ക് പറ്റിയ പണി പെറ്റ് ഷോപ്പ് അല്ല, നീ വെളിച്ചെണ്ണ കച്ചവടം തുടങ്ങും. അതാകുമ്പോ നിനക്ക് രണ്ട് രീതിയിൽ ലാഭം ഉണ്ടാക്കാം. ലാഭത്തിന്റെ കാര്യം പറയുകയാണെങ്കിലേ നഷ്ടത്തിന്റെ കാര്യം കൂടെ പറയണം. പറയടാ. ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് 10,000 രൂപ മേടിച്ചിട്ട് അത് ഇതുവരെ തന്നിട്ടില്ല. അത് ഞാൻ മറക്കണോ? പിന്നെ നിന്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് മേടിക്കണം 5,000 രൂപ, ഇതുവരെ തിരിച്ചു തന്നില്ല. അത് ഞാൻ മറക്കണോ? അല്ല 500 പിടക്കല്ലേ. അതെ, നിന്റെ പെണ്ണ് കേച്ചിന് തല്ല് കൊണ്ട വകയില് എനിക്ക് ചെലവായിരിക്കുന്ന പൈസയുടെ അത്രയും ഇല്ല ഇപ്പൊ നീ പറഞ്ഞ കണക്ക്. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ എത്ര മതിൽ ഞാൻ ചാടിയിട്ടിട്ടാ. മതിലാട് അല്ലെങ്കിൽ നിന്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. എടാ ഞാൻ എന്റെ ആവശ്യത്തിന് മതിലാടിയപ്പോ ഞാൻ നിന്റെ ആവശ്യത്തിന് മതിലാടുന്നു. എടാ നിന്റെ ആവശ്യം ചാടാൻ നിനക്ക് പെണ്ണില്ലല്ലോ, പിന്നെ എന്റെ ആവശ്യത്തിന് ചാടാൻ പറ്റുള്ളൂ. എനിക്കും കിട്ടോടാ തെണ്ടി പെണ്ണ്. ഏതായാലും നിന്റെ ഈ പട്ടിക്കച്ചവടം ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് ഞാൻ ചെയ്യില്ല, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കുകയില്ല. അതെന്താ? കാരണം നിന്റെ ഉദ്ദേശം ശരിയല്ല.